ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി മുകളിലേക്കാണ് സ്വർണ്ണവില പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വർണം വാങ്ങിക്കാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിലുണ്ടായിരിക്കുന്ന വിലവർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ 24 കാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 97,910 രൂപയായി. 22 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 89,750 രൂപയും 18 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 73,440 രൂപയുമായി ഉയർന്നിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ, ദുർബലമായ യു.എസ്. ട്രഷറി ഡിമാൻഡ്, ഡോളറിന്റെ മൂല്യം കുറയൽ എന്നിവയ്ക്കിടയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോഴത്തെ കുതിപ്പിന് കാരണം. ആഗോള വിപണിയിൽ 2 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്വർണം ഇപ്പോൾ. സ്പോട്ട് ഗോൾഡ് ഔൺസിന് 0.7% ഉയർന്ന് 3,336.43 ഡോളറിലെത്തി. മെയ് 9 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. യു.എസ്. സ്വർണ്ണ ഫ്യൂച്ചറുകളും ഔൺസിന് 0.7% ഉയർന്ന് 3,337.60 ഡോളറിലെത്തി. അതേസമയം യു.എസ്. ഡോളർ 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുതിച്ചു. ഇത് വിദേശ നിക്ഷേപകർക്ക് ഡോളർ വിലയിലുള്ള സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കി. യു.എസ്. ഡോളറിന്റെ ദുർബലതയും നീണ്ടുനിൽക്കുന്ന സ്റ്റാഗ്ഫ്ലേഷൻ അപകടസാധ്യതകളും സ്വർണത്തിന്റെ ബുള്ളിഷ് റിവേഴ്സലിനെ പിന്തുണയ്ക്കുന്നു എന്നും ഒ.എൻ.ഡി.എയിലെ സീനിയർ മാർക്കറ്റ് അനലിസ്റ്റ് കെൽവിൻ വോങ് പറഞ്ഞു. എന്തൊക്കെയാണ് സ്വർണ്ണവില ഉയരുന്നതിന്റെ പ്രധാന കാരണങ്ങളെന്ന് നോക്കിയാൽ യു.എസ്. ബോണ്ടുകൾക്കുള്ള ദുർബലമായ ഡിമാൻഡ് അതിൽ പ്രധാനമാണ്. $16 ബില്യൺ ബോണ്ട് ലേലത്തിൽ 20 വർഷത്തെ ഏറ്റവും മോശം പ്രതികരണമാണ് യു.എസ്. ട്രഷറി ബോണ്ടുകൾക്ക് ലഭിച്ചത്. ഇത് യു.എസ്. ആസ്തികളോടുള്ള കുറഞ്ഞ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നു. അതിനിടെ വർദ്ധിച്ചുവരുന്ന കടം ചൂണ്ടിക്കാട്ടി മൂഡീസ് അടുത്തിടെ യു.എസ്. ക്രെഡിറ്റ് ഔട്ട്ലുക്ക് താഴ്ത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അവസാനിക്കാത്ത സംഘർഷങ്ങളും യു.എസ്. ചൈന വ്യാപാര ബന്ധങ്ങളിലെ പുതിയ അനിശ്ചിതത്വവും നിക്ഷേപകരെ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് വീണ്ടും ആകർഷിപ്പിച്ചു. യു.എസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മെയ് 23 പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. സ്വർണത്തിനിപ്പോൾ 10 ഗ്രാമിന് 95,310 രൂപയും 95,080 രൂപ എന്നതിന്റെ ഇടയിലുള്ള പിന്തുണയും 10 ഗ്രാമിന് 95,950 രൂപയും 96,240 രൂപ എന്നതിന്റെ ഇടയിലുള്ള പ്രതിരോധവുമാണ് നിലനിൽക്കുന്നത്. ആഗോള സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ സ്വർണം ശക്തമായി തന്നെ തുടരുമെന്നാണ് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. സ്വർണം അതിന്റെ ദീർഘകാല ഉയർച്ചാ പ്രവണത പുനരാരംഭിക്കുന്നതായി തോന്നുന്നു. ഇവിടെ നിന്നും ഔൺസിന് 3,450 ഡോളറിൽ നിന്നും 3,500 ഡോളർ വരെ ഉയർന്ന വിലയാണ് ഞാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ടേസ്റ്റി ലൈവിലെ ഗ്ലോബൽ മാക്രോ മേധാവി ഇല്യ സ്പിക്വാക് പറയുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് 3,500 ഡോളറിൽ എത്തിയപ്പോഴാണ് ഇന്ത്യയിൽ പവൻ വില 75,000 തൊട്ടടുത്ത് എത്തിയത്.